രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റവാളിക്ക് പോലും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനം കൊടുക്കുന്നൊരു ഒരു അവസ്ഥയുണ്ടല്ലോ, അയാളെ കൂടി കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ നിൽക്കുന്ന ഒരാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട്, അപ്പം ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് എൻ്റെ തകർച്ചയായിരിക്കണമല്ലോ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹിക്കുന്ന ആൾ എന്തിനായിരിക്കും അന്ന് രാത്രിയിൽ ഇതിൻ്റെ ഒരു പരിസരവും ഇല്ലാത്തൊരു സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ വിവരം പറഞ്ഞത്? എന്തിനായിരിക്കും എനിക്ക് അവർ ഈ കോൾ റെക്കോർഡിംഗ് അയച്ചു തന്നത്? ഇനിയും അതും ഇപ്പോൾ പരിശീലിപ്പിക്കുന്ന പോലെ അവർക്ക് ആർക്ക് വേണമെങ്കിലും പരിശീലിപ്പിക്കാം. അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂടുതലായിട്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഞാൻ അവരെ ഏതെങ്കിലും തരത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞാൻ അവരെൻ്റെ സുഹൃത്താണ്. അപ്പോൾ അവർ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഞാൻ തള്ളി പറയാനൊന്നും ഈ നിമിഷം നിൽക്കുന്നില്ല. പക്ഷേ ഈ വാർത്തകളുടെ വലിയ പേമാരിയുടെ കാലത്ത് ഇത്തരം ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇന്ന് നടന്നതല്ല, ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടന്നതാണ്. അതുകൂടി എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാനായിട്ട് തീരുമാനിച്ചത്.